ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഞ്ജു രാജേഷ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിച്ചത്. അതായത് നമ്മൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ സംസാരിക്കുന്നത്, അതെന്ത് ചെയ്യുന്നു, നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതായത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ നമുക്ക് തന്നെ ആകാൻ കഴിയും. നമ്മുടെ ജീവിതം നമുക്ക് തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട ഒരു മാജിക്കൽ ടൂളിനെ പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ ഒരു വചനം കേട്ടിട്ടില്ലേ? ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്നും ഉള്ളതും കൂടി എടുക്കപ്പെടുമെന്നത്. എന്താണത്? ദാറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നന്ദി. ഈ നന്ദി എന്ന വാക്ക് ഒരു മാജിക്കൽ ടൂളാണ്. നമ്മൾ എല്ലാവരോടും എല്ലാത്തിനോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. സാധാരണ ഒരു അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയാൽ നമ്മുടെ ആവശ്യങ്ങളാണല്ലേ നമ്മൾ അങ്ങോട്ട് ഈശ്വരനോട് പറയാറ്. നിങ്ങൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഉള്ള സൗഭാഗ്യത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പേരുടെ സ്വപ്ന ജീവിതമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതായത് ഒരു കട്ടിൽ നിന്ന് എണീറ്റിരിക്കാൻ കഴിയാത്ത ഒരു കിടപ്പായ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ദൈവമേ, എനിക്ക് ഈ കിടക്കയിൽ നിന്നൊന്ന് എണീക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും അല്ലേ അയാൾ ചിന്തിക്കുന്നത്. അതുപോലെ ഒരു കണ്ണ് കണ്ടുകൂടാത്ത ഒരാൾ, അയാളെ സംബന്ധിച്ച് എന്നാൽ ദൈവമേ, ഒന്ന് കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ അല്ലെ എനിക്ക് ഈ ഒരു പ്രപഞ്ചത്തെ കാണാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരെ കാണാമായിരുന്നു അല്ലേ എന്നൊക്കെയല്ലേ അയാൾ ചിന്തിക്കാറും. അതുപോലെ ഒരു ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് എന്തായിരിക്കും? ദൈവമേ, ഒന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലേ അയാൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനെല്ലാം നമ്മൾ ഈശ്വരനോട് നന്ദി പറയണം. എത്രയോ പേരുടെ സ്വപ്ന ജീവിതമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതല്ലേ. നമ്മളിപ്പോൾ കഴിക്കാനിരിക്കുന്ന ഭക്ഷണം അല്ലേ, ആ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കുമല്ലേ. അപ്പോൾ നോക്കി, എത്രയോ പേർക്ക് ആ ഒരു ഭക്ഷണം നമ്മുടെ തീമേശയിൽ എത്തണമെങ്കിൽ എത്രയോ പേര് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ നന്ദി പറയണ്ടേ. നിങ്ങളൊരു പ്രഭാതം തുടങ്ങുന്നത് ഒരു നന്ദിയോടെ ആയിരിക്കണം എപ്പോഴും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ തലേ ദിവസം ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റന്നാളത്തെ പ്രഭാതം കാണാത്ത എത്രയോ പേരുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രഭാതം കാണാൻ അവസരം തന്ന ആ ഈശ്വരനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഒരു ദിവസം തുടങ്ങേണ്ടത്. എല്ലാവരോടും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ അച്ഛനമ്മമാരോട്, അതുപോലെ നമ്മുടെ ഗുരുക്കന്മാരോട്, നമ്മളെ ഈ നിമിഷം വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാത്തിനോടും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ നിങ്ങൾ എന്നും രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ആ ഒരു പുറത്തേക്ക് ഇറങ്ങി ആ ഒരു പ്രകൃതിയെ നോക്കി നിങ്ങൾക്ക് ഉള്ള സൗഭാഗ്യങ്ങൾക്ക് നിങ്ങളൊന്ന് നന്ദി പറഞ്ഞു നോക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഓരോ ദിവസവും, അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുക്കോ നിങ്ങളൊന്ന് എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഡെയിലി, അതായത് അന്ന് നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് ചെറിയ കാര്യമാവാം, എന്നാലും ആ ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാവാം, എന്തായാലും ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു 10 നന്ദി വാചകങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് എഴുതി നോക്കിയേ. നിങ്ങൾ ഒരു നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 100 നന്ദി പറയാനുള്ളൊരു അവസരം ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും. അപ്പോൾ എല്ലാവരും എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഉള്ളതിന് നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തതും കൂടി സൃഷ്ടിക്കപ്പെടും. ഓക്കെ, താങ്ക് യു.